അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് കാത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് ജന്മനാടായ കണ്ണാടിക്കലിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അർജുന്റെ വീട്ടിൽ നിന്ന് AK ലതീഷും അതുപോലെ തന്നെ പൂളാടിക്കുന്നിൽ നിന്ന് റമീസ് മുഹമ്മദും കൂടി ചേരുന്നുണ്ട്. ആദ്യം റമീസിലേക്ക് പോവുകയാണ്. റമീസ്, അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് പൂളാടിക്കുന്നിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കുന്നു. അറിയ നിലവിൽ ആംബുലൻസ് എത്തിയിരിക്കുന്നത് മൃതദേഹവുമായി ആംബുലൻസ് വടകര കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇനി ഒരു മണിക്കൂർ കൂടിപ്പോയാൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ മൃതദേഹം പൂളാടിക്കുന്ന ബസാറിലേക്ക് എത്തും. ഈ ഒരു സമയം വൈകുന്നതിനനുസരിച്ച് ആളുകളൊക്കെയും തന്നെ പൂളാടിക്കുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അർജുൻ്റെ കൂട്ടുകാർ, അതുപോലെ തന്നെ ലോറി ഡ്രൈവർമാർ, കോഴിക്കോട് ജില്ലയിലെ വിവിധ ലോറി ഡ്രൈവർമാർ തുടങ്ങി നിരവധി ആളുകൾ തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഒരുമിച്ച് വിലാപയാത്രയായിക്കൊണ്ട് അർജുൻ മുൻപ് സഞ്ചരിച്ച വഴികളിലൂടെയൊക്കെ തന്നെ നേരത്തെ വാഹനവുമായി വരുന്ന വഴി ഇതുവഴിയാണ് അർജുൻ പോവുക. അപ്പോൾ ഈ വഴിയിലൂടെ തന്നെ അർജുന് മറ്റൊരു വിലാപയാത്ര, അന്ത്യയാത്ര ഒരുക്കാനാണ് ഇവിടെ സജ്ജീകരണങ്ങളൊക്കെയും തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ കണ്ണാടിക്കൽ ബസാറിലേക്കും തുടർന്ന് അർജുൻ്റെ വസതിയിലേക്കും എത്തും. തുടർന്ന് അവിടെയായിരിക്കും അവസാനമായി അർജുൻ്റെ അന്ത്യവിശ്രമം ഒരുക്കുക. അതിനു വേണ്ട സജ്ജീകരണങ്ങളൊക്കെയും തന്നെ നേരത്തെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വഴിനീളെ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഈ പൂളാടിക്കുന്ന് ബസാറിലേക്ക് തന്നെ നിരവധി ആളുകളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അർജുനെ നേരിട്ട് പരിചയമുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള ആളുകളാണ് എത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സാധാരണക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ യാത്രയാണ്. അത് എത്രത്തോളമായിരുന്നു അർജുന് വേണ്ടി കാത്തിരുന്നത് കേരളം ഒന്നാകെ ഒരൊറ്റ മനസ്സോടുകൂടി സമാനതകളില്ലാത്ത വിധത്തിൽ ഒന്നു ചേരുകയായിരുന്നു. അത് നേരത്തെയും നമുക്ക് പരിചയമുണ്ട്. കേരളം ഒന്നാകെ ഒരു എത്രമാത്രം സ്നേഹവായ്പോടു കൂടിയാണ് പ്രിയപ്പെട്ടവർക്ക് അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരന്മാർക്ക് ഒത്തുചേർന്ന് നിൽക്കുക എന്നുള്ളത്. അതുതന്നെയാണ് ഇവിടെയും നമ്മൾ കാണാൻ കഴിയുന്നത്. അർജുന് വേണ്ടി കാത്തിരിപ്പ് ഈ കഴിഞ്ഞ 2.5 മാസത്തിൽ എത്രമാത്രം കാത്തിരുന്നോ ആ കാത്തിരിപ്പിൻ്റെ ആ ഒരു വിശാലതയോടുകൂടി തന്നെ അർജുന് യാത്ര അയക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ആൾക്കൂട്ടമാണ് ഈ പൂളാടിക്കുന്ന് ബസാറിൽ മാത്രം കാണുന്നത്. ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ വഴിനീളെ ആളുകളൊക്കെയും തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. എന്തായാലും ഈ നേരത്തെ പറഞ്ഞതുപോലെ അർജുൻ ഒരൊറ്റ മനസ്സോടുകൂടി അർജുനായുള്ള ആ ഒരു കാത്തിരിപ്പ്, പ്രാർത്ഥന, പ്രതീക്ഷ ഇതൊക്കെയും തന്നെ ഒത്തുചേർന്നുകൊണ്ടാണ് അർജുനായുള്ള യാത്രയയപ്പ് ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ ഇവിടെ നിന്ന് നേരെ പുറപ്പെടുക കണ്ണാടി ബസാറിലേക്കായിരിക്കും. തുടർന്ന് അവിടെ കുടുംബാംഗങ്ങൾക്കൊക്കെയും തന്നെ മൃതദേഹം കാണിച്ചതിന് ശേഷം അർജുന് നാട്ടുകാർക്ക് വേണ്ടി ഒരു പൊതുദർശനം, തുടർന്നാണ് സംസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ജനപ്രിയനായിരുന്നു അർജുൻ. നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും പൊതുപരിപാടികളിലും നാട്ടിലെ ചടങ്ങുകൾക്കെല്ലാം തന്നെ സജീവമായി ഉണ്ടായിരുന്നു. ഈ ഒരു ചെറിയ കാലത്ത് തന്നെ നാട്ടുകാർക്കൊക്കെയും തന്നെ സുപരിചിതനായി കുടുംബത്തിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി മാതൃകയാവുന്ന തരത്തിൽ സ്വന്തം കുടുംബാംഗങ്ങളൊക്കെയും തന്നെ കുടുംബാംഗങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളൊക്കെയും തന്നെ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യ ബോധങ്ങളിലേക്ക് എത്തിയതാണ് അർജുൻ. ആ ഒരു ബോധത്തോടു കൂടി തന്നെയാണ് ആളുകളോട് ഇടപഴകിയതും അതുതന്നെയാണ് അർജുനെ പ്രിയപ്പെട്ടവനാക്കിയതും. ആ ഒരു സ്നേഹം തന്നെയാണ് ഈ വഴിനീളെ നമുക്ക് കാണാൻ സാധിക്കാവുന്നതും. ആ ഒരു സ്നേഹവായ്പോടു കൂടി തന്നെ അർജുന വിലാപയാത്ര ഒരുക്കാനാണ് ഈ നാട്ടുകാരൊക്കെയും തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ പൂളാടിക്കുന്ന് ബസാറിലേക്ക് ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അർജുൻ്റെ മൃതദേഹമെത്തും. അതിനുള്ള ആളുകളൊക്കെയും തന്നെ സ്വീകരിക്കാനുള്ള ആളുകളൊക്കെയും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആര്യ, ശരി.